ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മനുഷ്യ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ശ്രീരാമനും ഈ ഭൂമിയിൽ അവതരിച്ചത് ലക്ഷ്യത്തിനു വേണ്ടിയാണ്. ഇവിടെ നിഷാദ രാജ്യത്തുള്ളവർ എത്തുന്നു. അവിടെ നിന്ന് ഗംഗാ നദി കടക്കാൻ വേണ്ടി ഗുഹൻ തോണിക്കാരന്റെ സഹായം ആവശ്യപ്പെടുകയാണ്. ഇവിടെ ആരാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗുഹൻ എന്ന വാക്കിന്റെ ആധ്യാത്മിക അർത്ഥമാണ് ഗൃഹസ്ഥി എന്നത്. അതായത് പരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നത് ഒരു സാധാരണ ഗൃഹസ്ഥിയുടെ ശരീരത്തിലൂടെയാണ്. ആ ശരീരമാണ് പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ഇങ്ങനെ തോണിയിൽ കയറി ഇരിക്കുമ്പോൾ ഗുഹൻ എന്ന തോണിക്കാരൻ ശ്രീരാമന്റെ പാദം കഴുകി ശ്രീരാമനെ ഇരുത്തുകയാണ്. ഗംഗാ നദി കടത്തിയ ശേഷം ഗുഹന് ശ്രീരാമൻ തന്റെ മോതിരം ഊരിക്കൊടുക്കുകയാണ്. അപ്പോൾ ഗുഹൻ എന്ന് പറയുന്ന ഗൃഹസ്ഥി പറയുന്നു, ഞാനും തോണിക്കാരനാണ്, അവിടുന്നും തോണിക്കാരനാണ്. അവിടുന്ന് ജീവിതമാകുന്ന തോണിയിൽ ഞങ്ങളെ മറുകരയിൽ എത്തിക്കുകയാണ്. അതായത് നാം ഓരോരുത്തരും ഇന്ന് കലിയുഗമാകുന്ന തോണിയിലിരിക്കുകയാണ്. ഇവിടെ നിന്ന് മറുകരയിൽ പ്രത്യേകമാകുന്ന ലോകത്തിലേക്ക് എത്തിക്കാൻ സാധാരണ ഗൃഹസ്ഥിയുടെ ശരീരമാണ് ആധാരമാക്കി എടുക്കുന്നത്. അങ്ങനെ മറുകരയിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഗംഗാനദി കടന്ന് ഇവർ എത്തുന്നത് ത്രിവേണി സംഗമത്തിലാണ്. എന്താണ് ഈ ത്രിവേണി സംഗമം? അതായത് ആത്മാവും പരമാത്മാവും സംഗമിക്കുന്ന യുഗം, ആത്മരാമനും പരമാത്മാരാമനും സംഗമിക്കുന്ന യുഗം സംഗമയുഗം എന്ന് പറയുന്നത്. ഈ യുഗത്തിനെ പറയുന്നത് പുരുഷോത്തമ സംഗമയുഗം എന്ന്. പുരുഷൻ എന്ന് വെച്ചാൽ ആത്മാവാണ്. ആത്മാവ് തന്റെ ഉത്തമ അവസ്ഥയിലേക്ക് എത്തുന്ന യുഗമാണ് പുരുഷോത്തമ സംഗമയുഗം. ഇവിടെ പരമാത്മാവ് സ്വയം വന്ന് ആത്മാക്കളെ മറുകരയിലേക്ക് എത്തിക്കുകയാണ്. ഈ സംഗമത്തിൽ നാം അനേകം മഹാന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഭരദ്വാജ മഹർഷിയെ പോലെയുള്ള മഹാന്മാരെ കണ്ടുമുട്ടുന്നു. ശ്രീരാമൻ ആ സാഹചര്യത്തിലും വിഷമിക്കുന്നില്ല. ഘോരമായ വനത്തിൽ മുള്ളാണ്, കല്ലാണ്, കിടക്കാൻ സ്ഥലമില്ല, നടക്കാൻ കഴിയുന്നില്ല എന്ന് വിഷമിച്ചില്ല. നമ്മുടെ ഈ ആരണ്യവാസം എത്ര സുഖകരമാണ്. നാം അയോധ്യയിലാണെങ്കിൽ ഇത്രയും മഹാന്മാരെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഇന്ന് ആത്മരാമനും തന്നെ കലിയുഗമാകുന്ന ഘോരമായ വനത്തിൽപ്പെട്ട് ഈശ്വരനാകുന്ന പരമാത്മ രാമൻ അനേകം മഹാത്മാക്കളെ ഈ കലിയുഗത്തിൽ അയക്കുന്നുണ്ട്. ഈ ഈശ്വര വിശ്വവിദ്യാലയം തുടങ്ങി 75 വർഷങ്ങളായി. കഴിഞ്ഞ 75 വർഷങ്ങളായി തപസ് ചെയ്യുന്ന മഹാതപസ്വിനിമാരും ഈ വിദ്യാലയത്തിൽ ഉണ്ട്. അതുമാത്രമല്ല, ദ്വാപരയുഗം മുതൽ കുറെ മഹാന്മാരെ പരമാത്മാവ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ലോകത്തിന്റെ നന്മയ്ക്ക് കലിയുഗത്തിന്റെ ഈ ആരണ്യ ആത്മാവാകുന്ന രാമൻ വസിക്കുമ്പോൾ ഇത്രയും മഹാന്മാരുടെ സാന്നിധ്യം, ഇത്രയും മഹാന്മാരുടെ മഹത് വചനങ്ങൾ, 75 വർഷം തപസ് ചെയ്തവരുടെ തപസ്സിന്റെ ശക്തി, അവരുടെ സാന്നിധ്യം, അവരെ കാണുക, അവരെ ദർശിക്കുക, ഇതൊന്നും സാധാരണ കാര്യമല്ല. ശരിയാണ്, കലിയുഗമാകുന്ന ഈ ഘോരമായ വനത്തിൽ മുള്ളുപോലെ ദുഃഖം വരുന്ന മനുഷ്യരുടെ ഇടയിൽ അജ്ഞതയാകുന്ന അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലും പരമാത്മാവാകുന്ന രാമൻ നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാനായി കുറെ മഹാന്മാരെ അയച്ചിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മറുകരയിലേക്ക് എത്താൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആരണ്യ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ അത്രി മഹർഷിയുടെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ അനസൂയ ദേവിയുടെയും അനുവാദത്തോടു കൂടിയാണ് ആരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത്രി മഹർഷി എന്ന് വെച്ചാൽ സത്യത്തിന്റെ പ്രതീകമാണ്. അനസൂയ ദേവിയോ വിശ്വസ്തതയുടെയും അനുസരണയുടെയും പ്രതീകമാണ്. ആത്മാവ് കലിയുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈമുതലായിട്ടുള്ളത് സത്യത, വിശ്വസ്തത, അനുസരണ മാത്രമാണ്. ഹരേ രാമ ഹരേ രാമ